നമ്മള് താനൂര് പിന്നെ ഹാർബറിലാണ് ഉള്ളത്. നമുക്കറിയാം. അപ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെറിയ മീനുകളുടെ അതായത് പിന്നെ വലുതായി വരുന്ന ഒരു കാലഘട്ടം. മത്തി മിനിമം 10 സെന്റിമീറ്റർ അറിയാനുള്ളത്. അപ്പോൾ നമ്മൾക്ക് ഉദ്യോഗസ്ഥന്മാരെ ഒരു ഭാഗത്താണ് ഈ നോക്കുന്നത്. വെറും 5-6 സെന്റിമീറ്ററിന്റെ ഇത്ര പോകുന്ന നാളെ ഇത് ഒരു ഹാർബർ മൊത്തം വെക്കാനുള്ള മീനുണ്ട് അല്ലെ. ഹാർബർ മൊത്തം വലിയ വൃത്തിയാക്കിയിട്ട് വെക്കാനുള്ള മീനുണ്ട്. നമ്മൾ ചെയ്യുന്നത് നമ്മൾ ചിന്തിക്കുക, ഇതിപ്പം കേവലം 2-3 ഉദ്യോഗസ്ഥർക്ക് വേണ്ടിയിട്ടല്ല. ഇവിടെ റെസ്ക്യൂ ഗാർഡന്മാരുണ്ട്, അവരും ഒന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ശത്രുക്കളല്ല, സേവകരാണ് ഞങ്ങൾക്കറിയാം. അപ്പോൾ പലപ്പോഴും നമ്മളിത് പറയണമെന്ന് വെച്ചാൽ ഇപ്പം ഇത് പിടിച്ച് നടിപ്പിച്ചാൽ അടുത്തൊരു സീസൺ വരുമ്പോൾ നമ്മളെ കുട്ടികളും പട്ടിണിയാവും അല്ലെ. ഞങ്ങളെക്കാളും ഈ വിഷയത്തിൽ ഉത്തരവാദിത്തം കണ്ടാ വളരെ സ്നേഹത്തോടെ പറയാൻ മത്സരാളികളോട്. അപ്പൊ ദയവ് വിചാരിച്ചിട്ട് കോരക്കാര് നിങ്ങളുടെ പേര് ആഷിക്ക, അസർക്ക, ലത്തീഫ്ക, ജാബർക്ക, യൂൻസ്ക എല്ലാവരും ഉണ്ട്. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഒരു തീരുമാനം എടുക്കുക. ഇത് എന്തിനാ അറിയോ? നമ്മളെ വീട്ടിലെ കാര്യത്തിനല്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഇല്ലെങ്കിൽ ശമ്പളം കിട്ടും, പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന പണിയോട് നമുക്ക് എന്തെങ്കിലും കടപ്പാടുണ്ട്. അതുകൊണ്ട് മാത്രം പറയാം. അല്ലാതെ അപ്പോൾ ഇതെടുത്ത് നിങ്ങൾ കേസ് എടുത്തിട്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അതിനൊന്നുമല്ല. അപ്പൊ ഇത് ഇന്ന് ശ്രമിക്കുന്നവരായിട്ടുള്ള മത്സ്യത്തൊഴിലാളി ശ്രദ്ധിക്കുക. നിങ്ങൾ പിന്നാലെ ഞങ്ങൾ നടക്കണ്ട. അതേപോലെ പൊന്നാനിയും പിന്നെ നമ്മുടെ പരപ്പനങ്ങാടി അവരൊക്കെ വന്നാൽ അവിടെ ഒറ്റക്കെട്ടാണ്. ഇവിടെ എന്താ നമുക്ക് ഐക്യമില്ലാതിരിക്കാൻ കാരണം? ഇത് നമ്മൾ ചിന്തിക്കുക. ഇത് നമ്മൾ ചെയ്താൽ നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് നമ്മൾ കടലിന്റെ ഈ സമ്പത്തിനെ നശിപ്പിക്കുക. അപ്പൊ ഒന്നൊരു തീരുമാനം എടുക്കുക. ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യൂല, ഞങ്ങൾ ഈ ചെറിയ മീൻ, ഈ വലിപ്പമില്ലാത്ത മീൻ വന്നാൽ ഞങ്ങളത് വെപ്പിക്കൂല. മതി കച്ചവടക്കാർ ശ്രദ്ധിക്കുക. നിങ്ങൾ ദയവായിട്ട് ഇത് കൊള്ളരുത്, ഇത് വാങ്ങരുത്. ഇത് വാങ്ങിയാലേ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട്. അപ്പം ഒരാൾ ഇവിടെ പ്രശ്നം തരും. ഒരാൾ വാങ്ങുമ്പോൾ ഓർക്ക് കുറച്ച് പൈസ കിട്ടും. ആ മറ്റാൾ എന്ത് ചെയ്യും? ഓർക്ക് നമ്മളോട് ദേഷ്യമാവും. നമ്മൾ തലേ ദിവസം തട്ടി. ഇത് സ്വാഭാവിക തെറ്റുകൾ മനുഷ്യന്മാർക്ക് വരും. നമ്മൾ കൂട്ടാൻ തികഞ്ഞ ആൾക്കാരല്ലോ. ഞങ്ങള് നിങ്ങളൊപ്പം നിങ്ങളെ പിന്നെ സേവകരാണ് ഈ വിഷയത്തിൽ. തികഞ്ഞ റെസ്ക്യൂ വന്നാലും അല്ല എന്ത് വിഷയത്തിനൊക്കെ ഞങ്ങളെ വിളിക്കാം കേട്ടോ. ഞങ്ങളൊന്നും നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആരെയും ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനല്ല. എല്ലാവരും കുടുംബം പോറ്റാൻ വേണ്ടി ഓരോരുത്തരും ദൈവം ഓരോ തൊഴിലുണ്ട്. ആ തൊഴിലാ ചെയ്യണം. അപ്പൊ ദയവ് വിചാരിച്ച് നാളെ എന്ത് ചെയ്യരുത്, ഈ പാപങ്ങൾ ചെയ്യരുത്. നാളത്തെ നമ്മളെ കടല് പറ്റും. ഒരു മദ്യയുടെ പൊട്ടി നമ്മളെ കുട്ടികൾക്ക് കൊടുക്കണ്ടാവില്ല, കുടുംബം പട്ടിണിയാവും. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഞങ്ങളെക്കാളും ചിന്തിക്കേണ്ടതാണ്. ഇന്നത്തെ അവസ്ഥ നമുക്ക് വേണം. ഇവിടെ വരൾച്ച വേണോ? ആളുകൾ ഇവിടെ കൃത്യമായിട്ടുണ്ടാവില്ല. ചെയ്താൽ ഞങ്ങൾ റെസ്ക്യൂ ഗാർഡന്മാരുണ്ട്. നമ്മൾ 2-3 ആൾക്കാർ എത്തൂല. ഒരു ജില്ലയ്ക്ക് മൊത്തം 3 ആളുണ്ട് കേട്ടോ. അപ്പൊ ഓക്കെ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാം, പാലിക്കുക, സഹകരിക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ ഇത് ഇവിടെ പൊട്ടിക്കരുത് കേട്ടോ. അപ്പൊ എല്ലാവരും